12 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഈ സംഗമം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ സംഘാടകർ പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതാണ് ഇത്രയും നേരമായിട്ടും പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിലും അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏകദേശം 1 ഏക്കർ 2 ഏക്കർ വസ്തു വാങ്ങിച്ചെന്നല്ലേ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പൊ നല്ല ലക്ഷ്യത്തോടു കൂടി ഈ ഉമ്മത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവിടെ ജാതി മതത്തിനൊന്നും സ്ഥാനമില്ല. ഈ അമുസ്ലിമായ 10 പെൺകുട്ടിയെ കണ്ടില്ലേ പറയുന്നത്, 10 പെൺകുട്ടികളുടെ വിവാഹം മറ്റു മതസ്ഥരായ എല്ലാവർക്കും അൽഹംദുലില്ലാഹ്. അതാണ് ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള മുസ്ലിമീങ്ങളോട് കരുണ കാണിക്കാനല്ല അല്ലാഹ് പറഞ്ഞത്. എല്ലാവരും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന വാചകം അതാണ് അൽഹംദുലില്ലാഹ് അവർ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എത്ര മണിയായാലും ഉസ്താദ് അവസാനം വരെ ഇരിക്കും, ദുആ ചെയ്യും, സ്വലാത്തും പറഞ്ഞ് സന്തോഷത്തോടെ മുസാഫഹത്ത് ചെയ്ത് പിരിയും. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ കൈ കൊണ്ട് നന്മതിന്മ എഴുതിയ കിതാബ് വലം കൈ കൊണ്ട് വാങ്ങാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ എല്ലാവരും കയറിയിരിക്കുമ്പോ ഇങ്ങനെ വെറുതെ നിൽക്കാതെ നിങ്ങൾ വിചാരിക്കുന്നതിനകത്ത് സ്ഥലമില്ല, ആ സൈഡിൽ കുറച്ച് കസേര കിടപ്പുണ്ട്, ആ സ്ഥലത്തും കുറച്ച് കിടക്കുന്നുണ്ട്. ഉള്ള സ്ഥലങ്ങളിൽ കയറിയിരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങൾ, എന്റെ വഅദ് കേൾക്കുന്നവർക്കറിയാം വഅദ് കൊള്ളാ പോയില്ലേ, അതല്ല. വഅദിൽ പങ്കെടുത്തിട്ട് പിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പഠിപ്പിച്ചു തരും. അതെന്റെ വഅദിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്കാകെ രക്ഷപ്പെടാൻ വേണ്ടി വഅദ് കേട്ടിട്ട് നന്നാകാന്ന് വെച്ചാൽ പിന്നെ എന്നെ മൈക്ക് സെറ്റുകാരൻ നന്നാവണമായിരുന്നു. വഅദ് കേട്ടിട്ട്, കാരണം എന്തേ, എല്ലാ വഅദിലും മൈക്ക് സെറ്റുകാരനാണല്ലോ ഇരുന്ന് കേൾക്കണത്. അപ്പൊ വഅദ് കേട്ടിട്ട് എല്ലാവരുടെ മൊബൈലിലും വഅദുണ്ട്, ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻസാനുണ്ടോ? പണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോ മൊബൈലിന്റെ അകത്ത് പാട്ട്, ആൽബത്തിന്റെ സോങ്ങുകള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമകള്, അല്ലെങ്കിൽ അതിന്റെ കോമഡികൾ, ഇത് എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ ഉണ്ടാകും. എന്നാൽ ഇന്നത്തെ ഏത് ആണിന്റെയും പെണ്ണിന്റെയും മൊബൈൽ എടുത്ത് നോക്കിയാൽ 100-ൽ 90% പേരുടെയും മൊബൈലിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ്, അത് വിഭാഗമൊന്നും ഞാൻ പറയണില്ല, അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉസ്താദിന്റെ 1 മിനിറ്റെങ്കിലും ഉള്ള ഒരു പ്രസംഗം. കാരണം പ്രസംഗത്തിന്റെ വില മനസ്സിൽ ഇന്നിപ്പോ ടിക്ടോക്ക് പോലും പ്രസംഗമായി മാറിയിരിക്കാം. പ്രസംഗം പോലും ടിക്ടോക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന കാലം. പ്രസംഗം അത്രയും എല്ലാവരുടെ കയ്യിലുമുണ്ട്. അപ്പൊ പ്രസംഗത്തിനപ്പുറം ജീവിതത്തിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം, അതാ മുതൽക്കൂട്ട്. ആകെ ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഈ മൈക്കിന്റെ മുന്നിൽ കിടന്ന് തൊണ്ട വെട്ടിയിട്ട് വിളിച്ചു പോകുമ്പോ വഅദ് മുഴുവനും എനിക്ക് നന്നാകാൻ വേണ്ടി, അല്ലാതെ നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഅദ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നാൻ പാടില്ല. ഞാൻ വഅദ് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വഅദ് പറയുന്നത്. പക്ഷെ അവസാനം നിങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഒരു നല്ല കാര്യം പറയും, അത് ആളെ ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്റെ കയ്യിൽ ഒരു സമ്മാനമുണ്ട്. 170 കോടി നന്മ ലഭിക്കുന്ന ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര കോടി നന്മ? ഒന്ന് പറഞ്ഞങ്ങാതിമാരെ, എത്ര കോടി നന്മ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എത്ര കോടി? 170 കോടി. 170 കോടി പോകട്ടെ, അല്ലെങ്കിൽ ഒരു 150 കോടി അത്ര കൂട്ടിയാൽ മതി. 150 160 കോടി കൂട്ടി. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾ, ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങളുടെ തല അനുസരിച്ചിട്ട് അള്ളാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ നന്മ ചെയ്യാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ. അവസാനം പോരെ? 12 മണി, അതാണ് അതിന്റെ സമയം. ഒരു ദിവസത്തെ അങ്ങ് ദുആയിക്ക് അർദ്ധരാത്രി എന്ന് പറയുന്ന സമയം 12 മണിയല്ലേ? അപ്പൊ അതുകൊണ്ട് ആ 12 മണിക്ക് ഇൻഷാ അല്ലാഹ് 170 കോടി നന്മ ലഭിക്കുന്ന ഒരു നല്ല കാര്യം ഇവിടെ ഇരുന്ന് പറഞ്ഞ് മലക്കുകളെ കൊണ്ട് നന്മ എഴുതിപ്പിച്ചിട്ട് വേണം ഇവിടുന്ന് പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അക്രമങ്ങളും, മനുഷ്യനെ, എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതകൾ വളരെ മോശമായ രീതിയിൽ